അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമാഇ വഹുവസ് സമീഉൽ അലീം. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ 94-ാമത്തെ സൂറത്തായ അലം നശ്റഹ് സൂറത്ത്, സൂറത്തുൽ ഇൻഷിറാഹ്, സൂറത്തു ഷർഹ് എന്നെല്ലാം ഈ ഒരു സൂറത്തിന് നാമമുണ്ട്. നമുക്കെല്ലാവർക്കും ഒരേപോലെ അറിയുന്ന സൂറത്തു ഷർഹ് അല്ലെങ്കിൽ അലം നശ്റഹ് സൂറത്ത്, ഈ സൂറത്തിന് ഒട്ടനവധി ഗുണങ്ങളാണുള്ളത്. നമ്മുടെ നിത്യജീവിതത്തിലൊക്കെ ഒരുപാട് നമുക്ക് ഉപകാരങ്ങൾ നമുക്ക് ഈ ഒരു സൂറത്തിനെ കൊണ്ട് നമുക്ക് നേടാൻ കഴിയും. ചിലർക്കെങ്കിലും ഗുണങ്ങൾ അറിയാമായിരിക്കാം, എന്നാൽ അറിയാത്ത ചിലർക്കായിട്ട് അവരുടെ ശ്രദ്ധയിലേക്ക് പെടുത്താനായിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. 8 ആയത്ത് മാത്രമുള്ള ഈ ഒരു സൂറത്ത് നമുക്ക് ഏറെ പ്രതീക്ഷകൾ തരുന്നൊരു സൂറത്താണ്. നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളിലൊക്കെ നമുക്കൊരാശ്വാസം പോലെ നമ്മുടെ അരികിലേക്ക് എത്തുന്നൊരു സൂറത്താണിത്. ഈ സൂറത്തിലാണ് പടച്ച റബ്ബ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഫ ഇന്ന മഅൽ ഉസ്രി യുസ്റൻ, ഇന്ന മഅൽ ഉസ്രി യുസ്റ എന്നുള്ളത്. തീർച്ചയായിട്ടും ഒരു ഞെരുക്കത്തോടൊപ്പം ഒരു എളുപ്പമുണ്ട് എന്നുള്ളത്. ഒന്നല്ല 2 തവണയാണ് പടച്ച റബ്ബ് ഉറപ്പിച്ച് പറഞ്ഞിട്ടുള്ളത്. ഒരു ഞെരുക്കം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനപ്പുറം നമുക്കൊരു എളുപ്പം ഉണ്ടെന്നുള്ളത്. ഒരു എളുപ്പം നമ്മിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് പടച്ച റബ്ബ് ഒരു പ്രയാസത്തെ നമ്മിൽ നൽകുന്നത് എന്ന്. അപ്പോൾ പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവർക്ക് ഈ ഒരു സൂറത്ത് ഒരു പ്രതീക്ഷയാണ്. ഇത് നമ്മുടെ വാക്കല്ല, പടച്ച റബ്ബിൻ്റെ വാക്കാണ്. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെയാണ് പടച്ച റബ്ബ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഒന്നല്ല 2 തവണയാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൂറത്ത് നമ്മൾ സഹായിക്കുമെന്നതിൽ നമുക്ക് യാതൊരു സംശയത്തിൻ്റെ ആവശ്യം വരുന്നില്ല. ഒട്ടനവധി ഗുണങ്ങളാണ് ഈ ഒരു സൂറത്തിനുള്ളത്. ഓരോ സൂറത്തുകൾക്കും ഓരോ തരത്തിലുള്ള പ്രത്യേകതകളുണ്ട്. അതൊക്കെ നമ്മൾ അറിഞ്ഞിട്ട് അത് ഉപയോഗിച്ചപ്പെടുത്തി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഹലോകവും പരലോകവും നമ്മൾക്ക് യാതൊരു വിധത്തിലുള്ള പ്രയാസങ്ങളും ഇല്ലാതെ നമുക്ക് വിജയം കൈവരിക്കാൻ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ കൊണ്ട് തന്നെ നമുക്ക് സാധിക്കും. അത് ഏതൊക്കെ സൂറത്തുകളാണ്, എങ്ങനെയൊക്കെയാണ് നമ്മൾ ഓതേണ്ടത്, അങ്ങനെയൊക്കെ നമ്മൾ അറിഞ്ഞാൽ മാത്രം മതി. പടച്ച റബ്ബ് അതൊക്കെ അറിഞ്ഞ് നമുക്കെല്ലാതും പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. കമൻറ്റിലൂടെയൊക്കെ ഒത്തിരി പേര് വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട്. എല്ലാവരും എത്രത്തോളം വിഷമങ്ങളും പ്രയാസങ്ങളുമാണ് അനുഭവിക്കുന്നതെന്നൊക്കെ പടച്ച റബ്ബിന് മാത്രമേ അറിയുള്ളൂ. അതിനുള്ള പ്രതിവിധി എന്താണ് അതിനുള്ളൊരു സൊല്യൂഷൻ എന്നൊക്കെ പടച്ച റബ്ബിനെ അറിയുള്ളൂ. നല്ലൊരു ഹൈറായ രീതിയിൽ നമുക്ക് എല്ലാം സന്തോഷിക്കുന്ന രീതിയിൽ നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ പടച്ച റബ്ബ് മാറ്റിത്തരട്ടെ. നമുക്ക് ഉന്നത വിജയം ഇഹലോകത്തും പരലോകത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അലം നശ്റഹ് സൂറത്തിൻ്റെ 1-ാമത്തെ ഗുണം എന്ന് പറയുന്നത്, നെഞ്ചുവേദനയുള്ള ആൾക്കാർ, നെഞ്ചുവേദന കൊണ്ടൊക്കെ വിഷമിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് അലം നശ്റഹ് സൂറത്ത് ഓതിയിട്ട് നെഞ്ചിൽ ഓതിയാൽ മതി. നമ്മൾ ഇഷ്ഫി എന്ന് പറഞ്ഞ് നെഞ്ചിൽ ഓതിക്കഴിഞ്ഞാൽ നെഞ്ചുവേദന ശമിക്കും എന്നുള്ളതാണ്. ഇനി പറ്റ വയ്യാണ്ട് കിടപ്പിലുള്ള ആൾക്കാരാണെങ്കിൽ മറ്റുള്ളവർക്കും ഇത് ചെയ്തു കൊടുക്കാവുന്നതാണ്. പടച്ച റബ്ബ് ഷിഫ നൽകി അനുഗ്രഹിക്കും. ഇനി 2-ാമത്തെ ഗുണം എന്ന് പറയുന്നത്, മുത്തായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ പറഞ്ഞിട്ടുണ്ട്, വല്ലവനും അലം നശ്റഹ് സൂറത്ത് ഓതിയാൽ ഞാൻ ദുഃഖിതനായിരിക്കുമ്പോൾ അവൻ എന്നെ വന്ന് സന്തോഷിപ്പിച്ചവനെ പോലെയായി എന്ന്. അതായത് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ പോയിട്ട് റസൂലിനെ സന്തോഷിപ്പിക്കുകയാണ്. അത്തരമുള്ള ഒരു കാര്യമാണ് വല്ലവനും അത് ഈ ഒരു സൂറത്തിന് ഓതിയാൽ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമുക്ക് കിട്ടുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ നിസ്കാരത്തിന് ശേഷം നമ്മുടെ ദിക്ർ ദുആകളിലൊക്കെ ഈ ഒരു സൂറത്തിനെ നമ്മൾ അധികരിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മുത്ത് റസൂലിനെയൊക്കെ നമ്മൾ സന്തോഷിപ്പിച്ച പോലെയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറം വേറൊരു സന്തോഷം നമുക്ക് ലഭിക്കാനില്ല. അപ്പോൾ മാക്സിമം എല്ലാവരും ഇത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട്, എല്ലാവരും ഇത് ഉപയോഗപ്പെടുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പടച്ച റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇനി 3-ാമത്തെ ഗുണം എന്ന് പറയുന്നത്, 5 വഖ്ത് നിസ്കാരത്തിന് ശേഷവും അലം നശ്റഹ് സൂറത്ത് പതിവാക്കിയാൽ അയാളുടെ കാര്യങ്ങളെയെല്ലാം അല്ലാഹു തആല എളുപ്പമാക്കി കൊടുക്കുമെന്നുള്ളതാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പ്രയാസമായിട്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാ നിസ്കാരത്തിന് ശേഷവും നമ്മൾ ഈ ഒരു സൂറത്തിനെ പതിവാക്കി വരിക. ഏതൊരു കാര്യവും പതിവാക്കലിലാണ് അതിൻ്റെ ഹൈറ് ഇരിക്കുന്നത്, അതിൻ്റെ ബർക്കത്ത് ഇരിക്കുന്നത്. ഏതൊരു കാര്യം നമ്മൾ നിത്യമായിക്കൊണ്ട്, ചെറുതായിക്കോട്ടെ ഇത്തിരി ചെറിയ കാര്യമായിക്കോട്ടെ, എങ്കിലും അത് നമ്മൾ നിത്യം ചെയ്യുന്നതിലാണ് അതിൻ്റെ ബർക്കത്തും റഹ്മത്തും ഉള്ളത്. അപ്പം നമ്മൾ പതിവായിക്കൊണ്ട് 5 വഖ്ത് നമ്മുടെ നിസ്കാരത്തിന് ശേഷം നമുക്ക് ഒരു തവണയെ കഴിയുള്ളൂ വെച്ചെങ്കിൽ അത് അത്ര മതി. ഇനിയിപ്പോൾ അതിൽ കൂടുതൽ നമുക്ക് കഴിയുമെങ്കിൽ അത്ര ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാവിധ കാര്യങ്ങളും പടച്ച റബ്ബ് എളുപ്പമാക്കി തരും. അല്ല, എന്തൊരു വലിയ ഓഫറാണ് പടച്ച റബ്ബ് നമുക്ക് നൽകിയിട്ടുള്ളത്.
ഓരോ സൂറത്തുകൾക്ക് അല്ലെങ്കിൽ ഓരോ ദിക്ർ ദുആകൾക്കൊക്കെ അത്രയും പവറാണ് നമുക്ക് പടച്ച റബ്ബ് നൽകിയിട്ടുള്ളത്. അതെല്ലാം മനസ്സിലാക്കിയിട്ട് അതൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാൽ തന്നെ നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ നമുക്ക് മാറിക്കിട്ടും. നമുക്ക് സമാധാനത്തോടെ നമുക്ക് രണ്ട് ലോകത്തും വിജയിച്ചവരുടെ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടാൻ സാധിക്കും. പടച്ച റബ്ബ് നമുക്ക് അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇനി നാലാമത്തെ ഗുണം എന്ന് പറയുന്നത്, നമ്മൾ ഈ ഒരു സൂറത്തിനെ പതിവാക്കുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് കഴിയുന്ന സമയത്തൊക്കെ നമ്മൾ ഓതുകയാണ് എന്നുണ്ടെങ്കിൽ, നമ്മൾ ഓർക്കാത്ത വിധത്തിൽ നമുക്ക് ഭക്ഷണം കിട്ടിക്കൊണ്ടിരിക്കും. ഹലാലായ ഹൈറായിട്ടുള്ള നല്ല ഭക്ഷണം നമ്മൾ ഓർക്കാത്ത വിധത്തിൽ നമുക്ക് ലഭിക്കും. മാത്രമല്ല നമ്മുടെ ദുഃഖമെല്ലാം മാറും. ദുഃഖങ്ങളും പ്രയാസങ്ങളൊക്കെ മാറിയിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ വിശാലത വരും. നമുക്ക് റിസ്ക് നിത്യമാവും. നമുക്ക് ഹലാലായ ഹൈറായ റിസ്ക്കിൽ വിശാലത ലഭിക്കും. ഇനി അഞ്ചാമത്തെ ഗുണം എന്ന് പറയുന്നത്, എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും 5 വഖത്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും 9 തവണ നമ്മൾ ഓതിയാൽ, 9 തവണ അങ്ങനെ നമ്മൾ ഓതി പതിവാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ ഞെരുക്കങ്ങളും അല്ലാഹു തആല തീർത്തു കൊടുക്കും. അതായത് നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കുടുക്കത്തിൽ പെട്ടുപോയിക്കുകയാണ് എന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് പെട്ടെന്ന് അതിൽ നിന്നൊരു മോചനം ലഭിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ പ്രയാസങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 9 തവണ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും നമ്മൾ പതിവാക്കിയാൽ മാത്രം മതി. പടച്ച റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇനി ആറാമതായിക്കൊണ്ട് പറയുന്നത്, എല്ലാ നിസ്കാര ശേഷവും അലം നശ്റഹ് സൂറത്ത് 40 തവണ 7 ദിവസം ഓതിയാൽ അല്ലാഹു തആല അയാളെ സമ്പന്നനാക്കും. ഇത് വളരെയധികം ഉറപ്പായിട്ടുള്ള കാര്യമാണ്, സംശയിക്കേണ്ടതില്ല. എൻ്റെ ജീവിതത്തിലും അനുഭവം ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണിത്. നമ്മൾ മുടങ്ങാതെ ചെയ്യുക, അതിലാണ് ഏറ്റവും വലിയ കാര്യമുള്ളത്. എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം, എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും 40 വട്ടം നമ്മൾ ഓതണം. മുടങ്ങാതെ തന്നെ ഓതണം. നമ്മൾ ഈ നിസ്കാര ശേഷം ഇരിക്കുന്ന ആ ഇരുത്തത്തിൽ ഓതുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഇനി അല്ല, നമ്മൾ നിസ്കാരങ്ങൾക്ക് ശേഷം നമ്മൾ കിബിലക്ക് മുന്നിട്ടിരുന്ന് ആ ഉളോടുകൂടെ തന്നെ, ഉളു മുറിഞ്ഞിക്കുകയാണെങ്കിൽ വീണ്ടും ഉളൊക്കെ എടുത്തിട്ട് നമ്മൾ കിബിലക്ക് മുന്നിട്ടിരുന്നുകൊണ്ട് എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും 40 തവണ തുടർച്ചയായിക്കൊണ്ട് 40 തന്നെ വേണം. ഓരോ നിസ്കാരങ്ങൾക്ക് ശേഷവും 40 തവണ. അങ്ങനെ നമ്മൾ 7 ദിവസം മാത്രം ചൊല്ലിയാൽ മതി. 7 ദിവസം തികണതിൻ്റെ മുമ്പ് തന്നെ നമുക്ക് ഓരോ ഹൈറായ രീതിയിലൊക്കെ നമ്മൾക്ക് പൈസകൾ, പണങ്ങൾ നമ്മുടെ കയ്യിലെത്തുന്നത് നമുക്ക് കാണാൻ, നമുക്കത് അനുഭവിച്ചറിയാൻ കഴിയും. എൻ്റെ ജീവിതത്തിൽ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതൊരിക്കലും ആർക്കും സംശയിക്കേണ്ട കാര്യമില്ല. ഇത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. പടച്ച റബ്ബ് നമുക്കത് ചെയ്യാനായിട്ട് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. തീർച്ചയായിട്ടും അലം നശ്റഹ് സൂറത്ത് പ്രതീക്ഷയുടെ സൂറത്താണ്. നമുക്ക് ഒട്ടനവധി പ്രതീക്ഷകളും നമ്മുടെ പ്രയാസങ്ങൾക്കൊക്കെ ഒരു ആശ്വാസം നൽകുന്ന ഒരു സൂറത്താണിത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എത്രത്തോളം ഈ ഒരു സൂറത്തിന് നമുക്ക് ഓതാൻ കഴിയുന്നുവോ അത്രത്തോളം നമ്മൾ ഓതുക. നമുക്ക് വേണ്ടപ്പെട്ടവർക്ക്, നമ്മുടെ കുടുംബക്കാർക്ക്, അങ്ങനെ എല്ലാവർക്കും ഇത് പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ ഈ വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യണമെന്നില്ല. നിങ്ങളാൽ കഴിയുന്നത് പോലെ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം. ഇങ്ങനെയൊക്കെ ചെയ്യുക, ഇങ്ങനെ ഓതുക എന്നുള്ളതൊക്കെ നിങ്ങൾക്കായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കാം. പടച്ച റബ്ബ് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഓരോ അറിവ്, നമുക്ക് കിട്ടിയ അറിവ് നമ്മൾ എല്ലാവർക്കും ഉപകാരപ്പെടുത്താൻ, എല്ലാവരും അറിയിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അവർക്കും അത് ഉപകാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അത്രയും നല്ലതല്ലേ. അപ്പോൾ പടച്ച റബ്ബ് എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളൊക്കെ ഓരോരുത്തരും ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളോടൊക്കെ ജീവിതത്തിൽ കടന്നു പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ മാറ്റാനായിട്ട് പടച്ച റബ്ബ് നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചു തന്ന ഒരു സൂറത്താണിത്. നമ്മൾ പടച്ച റബ്ബിലൊരു വിശ്വാസം കൊടുത്തുകൊണ്ട്, ഈ സൂറത്തുകൊണ്ട് എൻ്റെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറുമെന്നൊക്കെയുള്ള നമുക്കൊരു ചിന്ത വന്നിട്ട് നമ്മൾ ഉറച്ച വിശ്വാസത്തോടു കൂടി നമ്മളിത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റങ്ങൾ ഉറപ്പായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതെൻ്റെ വെറും വാക്കല്ല, എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. നമ്മളെല്ലാവരും അനുഭവിക്കുന്ന എല്ലാവിധ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ പടച്ച റബ്ബ് നീക്കി നല്ലൊരു ഹൈറായ ഒരു ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ. ഇഹലോകവും പരലോകവും വിജയിച്ചവരുടെ കൂട്ടത്തിൽ നമ്മയും നമ്മുടെ കുടുംബത്തെയും പടച്ച റബ്ബ് ഉൾപ്പെടുത്തട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ എല്ലാവിധ ദോഷങ്ങളും പ്രയാസങ്ങളൊക്കെ മാറ്റി ഖബർ ജീവിതം ഹൈറിലാക്കി കൊടുക്കട്ടെ. നാളെ പടച്ച റബ്ബിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും നമ്മയും ഒരുമിപ്പിച്ചു കൂട്ടട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.